ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഇൽമ് വർദ്ധിപ്പിച്ചു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റിത്തന്നു അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫജ്ർ, അതിൻ്റെ അർത്ഥം വളരെ ചുരുങ്ങിയ നിലക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. സൂറത്തുൽ ഫജ്ർ ആകെ 30 ആയത്തുകളാണ്. അതിന് 5 പാർട്ടുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ പാർട്ട് 1-ാമത്തെ ആയത്ത് മുതൽ 5-ാമത്തെ ആയത്ത് വരെ, അതായത് പ്രപഞ്ചത്തിലെ പ്രകൃതി പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയും നമ്മുടെ ബുദ്ധിയെ തൊട്ടുണർത്തിക്കൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന ആയത്തുകളാണ് ആദ്യത്തെ 5 ആയത്തുകൾ. ആയത്തിൻ്റെ അർത്ഥം നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഒന്നാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ. ഫജ്റിന് തന്നെയാണ് സത്യം, പ്രഭാതത്തിന് തന്നെയാണ് സത്യം. ഇവിടെ ദുൽഹിജ്ജ മാസത്തിലെ 10-ാം ദിവസം, ബലിപെരുന്നാൾ ദിവസത്തിലെ പ്രഭാതത്തിന് തന്നെയാണ് സത്യം, അതല്ലെങ്കിൽ എല്ലാ ദിവസത്തിൻ്റെയും പ്രഭാതത്തിന് തന്നെയാണ് സത്യം എന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രഭാതത്തിനെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്? അതായത് എപ്പോഴും നിങ്ങൾക്ക് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രതിഭാസങ്ങൾ. പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളൊക്കെ വെറുതെ അങ്ങനെ അല്ലാഹു ആക്കി വെച്ചതല്ല. ഇതിലൊക്കെ നിങ്ങൾക്ക് വലിയ പാഠങ്ങളുണ്ട്. ഈ പ്രഭാതം എങ്ങനെയാണോ നിങ്ങളുടെ മുമ്പിൽ സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നത് എന്നതുപോലെ നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് പുനർജന്മവും, അതുപോലെ നന്മ ചെയ്തവർക്ക് നല്ല പ്രതിഫലങ്ങളും തിന്മ ചെയ്തവർക്ക് അതിൻ്റെ തിക്തഫലങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു സൂചനയാണ് ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. 2-ാമത്തെ ആയത്തിൽ വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികളെ കൊണ്ട്, അത്രയും വലിയ പ്രാധാന്യമുള്ള ദിവസങ്ങളെ കൊണ്ട് മുൻനിർത്തിയിട്ട് അള്ളാഹു നമ്മെ തൊട്ടുണർത്തുകയാണ്. ആ രാത്രികൾ അത്രയും വലിയ പ്രാധാന്യമുള്ളതാണെന്നും ആ 10 ദിവസങ്ങൾ നിങ്ങൾ വലിയ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കേണ്ടത് ആണ് എന്നുമുള്ള ഒരു ഉത്ബോധനമാണ് അതിലൂടെ നമ്മെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. 3-ാമത്തെ ആയത്ത് വശ്ശഫ്ഇ വൽ വത്ർ, ഇരട്ടയായതിനെ തന്നെയാണ് സത്യം, ഒറ്റയായതിനെ തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയാണ്. അതുപോലെ ഇരട്ടയായ ഒരുപാട് സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. ഭൂമിയും ആകാശവും കരയും കടലും, അതുപോലെ ഒരുപാട് നമുക്ക് ചിന്തിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ഒറ്റയായതും ഒരുപാട് നമുക്ക് കണ്ടെത്താൻ കഴിയും. നിസ്കാരങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ മഗ്രിബ് 3 റക്അത്ത്, വിത്ർ നിസ്കാരം ഒറ്റ റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുന്നത്, എങ്ങനെ ഒറ്റ അക്കങ്ങൾ, ഇങ്ങനെ ഒരുപാട് നമുക്ക് കാണാം. അപ്പോൾ ചുരുക്കത്തിൽ സൃഷ്ടാവിനെ തന്നെയാണ് സത്യം, സൃഷ്ടികളെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പരമാധികാരത്തിലുള്ളതാണ്, ഇതിലൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ഉത്ബോധനം ഇതിലുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ്, വല്ലൈലി ഇദാ യസ്ർ, നീങ്ങിക്കൊണ്ടിരിക്കുന്ന രാത്രിയെ തന്നെയാണ് സത്യം. രാത്രി, നിങ്ങളുടെ ടൈം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ രാത്രിയും ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു, പ്രഭാതം പുലർന്നുകൊണ്ടിരിക്കുന്നു എന്നതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതം അത് കടന്നുകൊണ്ടിരിക്കും, നിങ്ങളത് പോയിക്കൊണ്ടിരിക്കും, അവസാനം നിങ്ങൾ മരണപ്പെടും, പിന്നീട് നിങ്ങൾ പുനർജനിക്കപ്പെടും. പ്രഭാതം പുലരുന്നത് എത്രത്തോളം സത്യമാണോ അത്രയും സത്യമാണ് ഇത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. 5-ാമത്തെ ആയത്തിൽ ഈ പറഞ്ഞതിൽ ബുദ്ധിയുള്ളവർക്ക് സത്യമില്ലയോ? അപ്പം ഇതിലൊക്കെ വലിയ പാഠം നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇനി ബുദ്ധിപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുന്നില്ല എങ്കിൽ 6-ാമത്തെ ആയത്ത് മുതൽ 14-ാമത്തെ ആയത്ത് വരെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മുന്നിലിട്ട് തന്നുകൊണ്ട് അള്ളാഹു നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 6-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നു,
അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമൂഹത്തിനെ അള്ളാഹു എന്ത് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇറമ ദാത്തിൽ ഇമാദ്, വലിയ തൂണുകളുടെ ആളുകളായിരുന്ന ഇറം ഗോത്രക്കാരെ. അത്രയും വലിയ ഉയരമുള്ളവരായിരുന്നു അവർ. അല്ലെങ്കിൽ അവരുടെ ആ വലുപ്പത്തിനനുസരിച്ചുള്ള വലിയ തൂണുകൾ നിർമ്മിച്ചുകൊണ്ട് വീടുകളും ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചവരായിരുന്നു അവർ. അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, നാടുകളിൽ അവരോട് തുല്യമായ മറ്റൊരു വിഭാഗത്തിന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത്രയും വലിയ നീളമുള്ളവരും തടിയും വണ്ണവും ആരോഗ്യവും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അള്ളാഹുവിനെ വിചാരണ ചെയ്യാൻ കഴിയില്ല എന്നും നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആഖിറത്തിൽ പുനർജന്മം നടത്തി നിങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിലിതാ ചിന്തിക്കൂ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ചരിത്ര യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ യാത്രകളൊക്കെ പോകുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന നിലക്കാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി മറ്റൊരു വിഭാഗത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അതുപോലെ സമൂദ് ജനതയെ എന്ത് ചെയ്തു? അവർ വലിയ പാറകളൊക്കെ തുരന്നുകൊണ്ട് ബിൽഡിങ്ങുകളും വീടുകളും നിർമ്മിച്ചവരായിരുന്നു. അത്രയും വലിയ സാങ്കേതിക വിദ്യകൾക്കൊക്കെ അവർക്ക് കഴിവും ശക്തിയുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പാറകളൊക്കെ മലകളൊക്കെ തുരന്നുകൊണ്ട് വീടുണ്ടാക്കി സുരക്ഷിത ഇടങ്ങൾ ഏർപ്പെടുത്തിയിട്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. അവരെയും അള്ളാഹു നശിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ ആണികളുടെ ഫിർഔനിനെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ കണ്ടില്ലേ? ആണികൾ എന്ന് അവന് പറയാൻ കാരണം അവൻ ജനങ്ങളെയൊക്കെ, അവനക്ക് എതിരിൽ വരുന്നവരെയൊക്കെ അവൻ ആണികൾ അടിച്ചുകൊണ്ട്, കയ്യിലും കാലിലൊക്കെ ആണി അടിച്ചുകൊണ്ട് ശിക്ഷിക്കുന്ന ക്രൂരമായ സ്വഭാവം അവനിക്കുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല അവനിക്ക് വലിയ മിലിറ്ററി പവറും അതുപോലെ പൊളിറ്റിക്കൽ പവറും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ സൈനിക ബലവും ആൾബലവും എല്ലാം ഉണ്ടായിരുന്നിട്ടും അവനെ എങ്ങനെ നശിപ്പിച്ചു, അവന്റെ ആൾക്കാരെ എങ്ങനെ നശിപ്പിച്ചു നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ചരിത്ര പാഠമല്ലേ? നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്ത് എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, അവർക്ക് ആരോഗ്യം നൽകപ്പെട്ടപ്പോൾ, അവർക്ക് വലിയ സാങ്കേതിക വിദ്യകൾ നൽകപ്പെട്ടപ്പോൾ, വലിയ പൊളിറ്റിക്കൽ പവർ നൽകപ്പെട്ടപ്പോൾ, അവർക്ക് വലിയ ശക്തിയും അധികാരവും സമ്പത്തും നൽകപ്പെട്ടപ്പോൾ അവർ അഹങ്കരിച്ച് നടന്നു നാടുകളിൽ. 11-ാമത്തെ ആയത്തിൽ പറയുന്നു മനുഷ്യരുടെ സ്വഭാവം. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാടുകളിൽ അവർ അഹങ്കരിച്ച് നടന്നു. അങ്ങനെ ഫഅക്സറൂ ഫീഹൽ ഫസാദ്, അതിന്റെ കാരണം കൊണ്ട് തന്നെ അവർ അവിടെ നാടുകളിലെല്ലാം ഫസാദുണ്ടാക്കി, കുഴപ്പങ്ങൾ വർദ്ധിപ്പിച്ചു. മനുഷ്യരുടെ സ്വഭാവമാണ്. ശക്തി ലഭിക്കുമ്പോൾ, ആരോഗ്യം ലഭിക്കുമ്പോൾ, അധികാരം ലഭിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങളും ഫസാദുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അപ്പോൾ അവരുടെ മേൽ അല്ലാഹു അവന്റെ ശിക്ഷയെ ചൊരിച്ചു. ചാട്ടവാർ എന്നാണ് സൗത്ത് എന്ന് പറഞ്ഞ നേരെ അർത്ഥം. അവരുടെ മേൽ ചാട്ടവാർ, ശിക്ഷയുടെ ചാട്ടവാറിനെ ചൊരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നിനു പിറകെ ഒന്നായിട്ടാണല്ലോ ചാട്ടവാറ് കൊണ്ട് അടിക്കുക. അപ്പൊ അത്രയും നിസ്സാരമായിട്ടൊരു ചാട്ടവാറ് കൊണ്ട് അടിച്ച് നശിപ്പിക്കാൻ മാത്രമേ അവരൊക്കെ ഉള്ളൂ. എത്ര വലിയ ശക്തന്മാരാണെങ്കിലും സാമ്പത്തിക പുരോഗതി ഉണ്ടെങ്കിലും ഒക്കെ അത്രയേ ഉള്ളൂ മനുഷ്യർ എന്ന നിലക്ക് അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. എന്നിട്ട് 14-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിശ്ചയം നിന്റെ റബ്ബ് മിർസാദിൽ തന്നെയുണ്ട്, നിരീക്ഷണ കേന്ദ്രത്തിൽ തന്നെയുണ്ട്. അപ്പൊ ആര് എന്ത് അക്രമങ്ങൾ ചെയ്താലും, അവൻ എത്ര വലിയ അധികാരമുള്ളവനാണെങ്കിലും, എത്ര വലിയ ശക്തിയുള്ളവരാണെങ്കിലും, എത്ര വലിയ സാങ്കേതിക വിദ്യകൾ ഉള്ളവരാണെങ്കിലും, എത്ര വലിയ സൈനിക ശക്തിയുള്ളവരാണെങ്കിലും, അവരെയൊക്കെ നശിപ്പിക്കാൻ ഒരു ചാട്ടവാറടി അത്ര മതി. അത്രയും നിസ്സാരമായിട്ട് അവരൊക്കെ നശിപ്പിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ, ഈ 3 വലിയ വിഭാഗത്തിനെ നശിപ്പിച്ച ചരിത്ര യാഥാർത്ഥ്യം നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ മരണത്തിന് ശേഷം ഒരു പുനർജന്മം ഉണ്ടെന്നും
മരണത്തിന് ശേഷം ഒരു പുനർജന്മമുണ്ടെന്നും അവിടെ ശിക്ഷകളും രക്ഷകളും അതുപോലെ ചോദ്യം ചെയ്യലും ഹിസാബും നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ വലിയ ശിക്ഷകൾ ലഭിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ, ബുദ്ധിപരമായ യാഥാർത്ഥ്യങ്ങൾ, ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ, ഇത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് ഇതിലൂടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മിർസാദിൽ തന്നെയുണ്ട്. നേരത്തെ ശിക്ഷിക്കപ്പെട്ടവരെ പോലെ നിങ്ങളും ശിക്ഷിക്കപ്പെടാമെന്നുള്ളൊരു സൂചന അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഇനി തുടർന്ന് 15-ാമത്തെ ആയത്ത് മുതൽ ബാക്കി നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്കത് പറയാം. അള്ളാഹു നമുക്ക് ധാരാളം ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.